ഹരി ഓം. ഞാൻ ചാന്ദിനി, സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ 7 വിഭക്തികൾ പഠിച്ചു, അവയുടെ കാരകങ്ങളൊക്കെ പഠിച്ചു അല്ലേ. എന്നാൽ പിന്നെ ചില ഉപപദങ്ങളുടെ യോഗം കൊണ്ട് ഈ വിഭക്തികൾ മാറി വരാം. ചില ഉപപദങ്ങളുടെ യോഗം കൊണ്ട് ചിലപ്പോൾ അവ്യയങ്ങൾ നിങ്ങൾ പഠിച്ചു കാണില്ല, അവ്യയങ്ങളുടെ യോഗം കൊണ്ട് ഒക്കെ വിഭക്തികൾക്ക് മാറ്റം വരാം. അതാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോണ ഉപപദ വിഭക്തി. അപ്പം അവ്യയ ശബ്ദങ്ങളുടെ യോഗത്താൽ അതിന് നിശ്ചിത വിഭക്തി ഉണ്ടാകുന്നു. ഇപ്പോൾ ദ്വിതീയാണെങ്കിൽ അവിടെ ദ്വിതീയ ചിലപ്പോൾ വരാൻ സാധ്യതയില്ല. ഷഷ്ടിയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഷഷ്ടി വരാൻ സാധ്യതയില്ല. എങ്ങനെയാണ് അത് വരുന്നത്? ഒരു ഉപപദം അല്ലെങ്കിൽ ഒരു വിഭക്തിയുടെ യോഗം കൊണ്ട് ആ വിഭക്തി ചിലപ്പോൾ മാറി വരാം. ചിലപ്പോൾ ഷഷ്ടിക്കുള്ള വിഭക്തി ചിലപ്പോൾ ദ്വിതീയമായിട്ട് വരാം. എങ്ങനെയാണ്? ഈ ഉപപദങ്ങളുടെ യോഗം കൊണ്ട്, അതായത് അവ്യയങ്ങൾ മുതലായവയുടെ യോഗം കൊണ്ട് ഈ വിഭക്തികൾ മാറി വരാം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ നോക്കിക്കോളൂ. ഇപ്പം പ്രതി എന്നുള്ള ഒരു വാക്ക്, പ്രതി നേരെ എന്നുള്ള അർത്ഥമാണ് പ്രതി. അതിന് ഗുരുഹു ത്വാം പ്രതി ഉപദിശതി. ഗുരുഹു ത്വാം പ്രതി. ത്വാം എന്നുള്ള വാക്ക് എന്തോന്നാണ്? എന്ത് വിഭക്തിയാണ്? ത്വം യുവാം യൂയം ത്വാം. അപ്പോൾ ദ്വിതീയയിലേ വരുന്നത് ത്വാം. അപ്പോൾ ഗുരു ത്വാം പ്രതി, നിന്നെ പ്രതി, അതായത് നിന്നെ പ്രതി ഉപദേശിക്കുന്നു, നിന്നോട് ഉപദേശിക്കുന്നു എന്നാണ്. നിന്നോട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളവിടെ നിന്നോട് ഏത് വിഭക്തിയാണ് സാധാരണ വരുന്നത്? ഓട്, തൃതീയാണ് വരേണ്ടതല്ലേ. അപ്പോൾ ഇവിടെ പക്ഷെ ത്വാം വന്നിരിക്കുന്നു. എന്താ കാരണം? പ്രതി എന്നുള്ളൊരു വാക്ക് വരികയാണെങ്കിൽ അതൊരു അവ്യയമാണ്. ആ അവ്യയം വന്നതുകൊണ്ട് അവിടെ ദ്വിതീയ മാത്രമേ വരികയുള്ളൂ, അല്ലെങ്കിൽ തൃതീയൊന്നും വരില്ല. മനസ്സിലായല്ലോ? അപ്പോൾ പ്രതി എന്നുള്ളൊരു വാക്ക് വന്നപ്പോൾ ഇവിടെ ത്വാം വന്നു. അടുത്തത് സർപ്പഹ മാം പ്രതി ആഗച്ഛതി. സർപ്പം മാം പ്രതി, എൻ്റെ നേരെ എന്നാണ് വരുന്നു, എൻ്റെ നേരെ വരുന്നു. അപ്പോൾ എൻ്റെ എന്നുള്ളത് ഏത് വിഭക്തി? ഷഷ്ടിയല്ലേ. പക്ഷേ ഇവിടെ എന്താണ്? പ്രതി വന്നതുകൊണ്ട് ഇവിടെ ദ്വിതീയ തന്നെ വരണം, മാം. മനസ്സിലായില്ലേ? അസ്മത് ശബ്ദത്തിൻ്റെ ദ്വിതീയ ഏകോചനമാണ് മാം. സർപ്പം മാം പ്രതി ആഗച്ഛതി. അപ്പോൾ പ്രതി കഴിഞ്ഞ അടുത്ത ഉഭയത എന്നുള്ളത്. ഉഭയത എന്ന് പറഞ്ഞാൽ ഇരുവശവും എന്നുള്ള അർത്ഥമാണ്, ഇരുവശവും. ആ വാക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ അത് വിഭക്തി മാറും. എങ്ങനെയാണ്? ഇപ്പം ഉദാഹരണം, യമുനാം ഉഭയത ദില്ലി നഗരമസ്തി. യമുനാം പ്ലസ് ഉഭയത, യമുനയ്ക്ക് ഇരുവശവും. ദില്ലി നഗരമസ്തി, ദില്ലി നഗരമുണ്ട്. അപ്പോൾ ഇവിടെ യമുനയ്ക്ക് എന്നുള്ളത് ഷഷ്ടിയാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ യമുനാം എന്ന് ദ്വിതീയ വന്നിരിക്കുന്നു, യമുനാം. മനസ്സിലായില്ല? അർത്ഥം വരുമ്പോൾ എന്താണ്? യമുനയ്ക്ക് ചുറ്റും എന്നാണ്. പക്ഷേ ഇവിടെ യമുനയ്ക്ക് ഇരുവശവും. പക്ഷേ ഇവിടെ യമുനാം എന്നുള്ള ദ്വിതീയ വരാൻ കാരണം ഉഭയത എന്ന ഒരു ഉപപദം വന്നിരിക്കുന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്തു? ദ്വിതീയ വിഭക്തി വന്നു. മനസ്സിലായില്ലേ? അടുത്ത വേറൊന്ന്, മാർഗം ഉഭയത വൃക്ഷ സന്ധി. മാർഗത്തിന് ഇരുവശവും വൃക്ഷങ്ങൾ ഉണ്ട്. അപ്പോൾ ഇവിടെയും മാർഗത്തിന് എന്നുള്ളത് ഷഷ്ടിയാണ് വരേണ്ടത് അല്ലേ, മാർഗസ്യ എന്നാണ് വരേണ്ടത്. പക്ഷേ ഉഭയത എന്നൊരു വാക്ക് വന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ എന്ത് വന്നു? ദ്വിതീയ തന്നെ വന്നു, മാർഗം എന്ന് ദ്വിതീയ വന്നു. അടുത്ത അഭിത ഒരു ഉപപദം. അഭിത, അതും ഇതിടെ ഇരുവശം എന്നുള്ള അർത്ഥമാണ്. അഭിത. പാഠശാലാം അഭിത ഉപവനം അസ്തി. പാഠശാലാം അഭിത, പാഠശാലയ്ക്ക് ഇരുവശവും. ഉപവനം അസ്തി, ഉപവനം എന്ന് പറഞ്ഞാൽ ഗാർഡൻ, പൂന്തോട്ടം ഉണ്ട്. പാഠശാലയ്ക്ക് അഭിത, അവിടേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് വരേണ്ടത്? ഷഷ്ടിയാണ്. പക്ഷേ ഇവിടെ പാഠശാല എന്ന സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് ദ്വിതീയ വിഭക്തി പാഠശാലാം അഭിത ഉപവനമസ്തി. എന്തുകൊണ്ട്? അഭിത എന്നൊരു വാക്ക് വന്നതുകൊണ്ട്. അടുത്ത പരിതഃ എന്ന് പറഞ്ഞാൽ ചുറ്റും, 4 വശവും എന്നുള്ള അർത്ഥം, ചുറ്റും. ഗൃഹം പരിതഃ ജലമസ്തി. ഗൃഹത്തിന് ചുറ്റും ജലമുണ്ട്. ഗൃഹത്തിന് ചുറ്റും ജലമുണ്ട് പറയുമ്പോൾ ഗൃഹത്തിന് എന്ന് പറയുമ്പോൾ ഷഷ്ടിയാണ് വരേണ്ടത്, ഗൃഹസ്യാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ പരിതഃ എന്ന വാക്ക് എന്ന ഉപപദം വന്നതുകൊണ്ട് ഇവിടെ ദ്വിതീയ വന്നു, ഗൃഹം. അടുത്ത നികഷ അല്ലെങ്കിൽ സമയ. നികഷ എന്ന് പറഞ്ഞാൽ നിയർ, അടുത്തെന്നുള്ള അർത്ഥമാണ്. സമയ എന്ന് പറഞ്ഞാൽ അതും അടുത്ത്, രണ്ടും ഒരേ അർത്ഥമാണ് വരുന്നത്. ഗൃഹം നികഷ വിപണി അസ്തി.
ഗൃഹം നികഷ, വിപണി എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റ്. ഗൃഹത്തിന് സമീപം വിപണി ഉണ്ട്. ഗൃഹം എന്നുള്ളത് അവിടെ ഗൃഹത്തിന് ഇന്ന് വരുന്നതും ഷഷ്ടിയാണ്, ഗൃഹസ്യ എന്നുമാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ നികഷ, നിയർ എന്നുള്ള ഉപപദം വന്നതുകൊണ്ട് ഇവിടെ എന്താണ്? ഗൃഹം എന്നുള്ള ദ്വിതീയ വിഭക്തി വന്നിരിക്കുന്നു. ദ്വിതീയ വിഭക്തിക്ക് കാരകം വരുന്ന എന്താ കാരകം? കർമ്മകാരകം അല്ലേ? സമയം വരുമ്പോഴും ഗൃഹം സമയാ വിപണിഹി അസ്തി, ഗൃഹത്തിന് സമീപം വിപണിഹി അസ്തി. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തൊരു വിന, കൂടാതെ. വിന കൂടാതെ അല്ലെങ്കിൽ വിത്തൗട്ട് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇവിടെ ത്വാം വിന അഹം അത്ര ന സ്ഥാസ്യാമി. ത്വാം വിന നിന്നെ കൂടാതെ. അവിടെ ത്വാം എന്നുള്ളത് എന്ത് ചെയ്യുന്നു? ദ്വിതീയ തന്നെ വന്നു. നിന്നെ എന്നുള്ളത് വന്നില്ലേ? ത്വാം വിന നിന്നെ കൂടാതെ അഹം ഞാൻ അത്ര ന സ്ഥാസ്യാമി ഇവിടെ സ്ഥാസ്യാമി നിൽക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ ഇവിടെ നിൽക്കില്ല. അപ്പോൾ ഇവിടെ വിന വന്നതുകൊണ്ട് ഇവിടെ ദ്വിതീയ വിഭക്തി വന്നു. അപ്പോൾ ദ്വിതീയ അല്ല, അല്ലെങ്കിൽ അവിടെ ദ്വിതീയ തന്നെ. പക്ഷേ വിനയും കൂടെ വരുമ്പോൾ എന്തായാലും അവിടെ ദ്വിതീയ തന്നെ വരും. അങ്ങനെയാണ് ദ്വിതീയ. അപ്പോൾ ഇത്രയും ഒരു 6 കാര്യങ്ങളാണ് അവിടെ ദ്വിതീയ, 6 ഉപപദ വാക്കുകൾ, ഉപപദങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി അടുത്ത തൃതീയ വിഭക്തിക്ക് എന്താ പ്രത്യേകത എന്നൊക്കെ. തൃതീയ വിഭക്തി ഏതൊക്കെ ഉപപദങ്ങൾ ചേരുമ്പോഴാണ് തൃതീയ വിഭക്തി അവിടെ ഉണ്ടാകുന്നത്? ഒന്നാമത്തത് സഹ, സമം, സാർത്ഥം. 3 വാക്ക് ഒരേ അർത്ഥമാണ്. ഇത് 3 ഒരേ അർത്ഥമാണ്. സമം, സാകം, സാർത്ഥം. ഇപ്പോൾ ഉദാഹരണം, അഹം മിത്രേണ സഹ ആപണം ഗച്ഛാമി. അഹം ഞാൻ, മിത്രേണ സഹ. ഇത് ഞാൻ വഴക്കുമെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. സഹ വരുമ്പോൾ ഉടനെ എന്താണ്? അവിടെ തൃതീയ തന്നെ വരികയുള്ളൂ. മിത്രേണ സഹ, മിത്രനോടൊപ്പം. മിത്ര കൂട്ടുകാരനോടൊപ്പം. ഓട് എന്നുള്ളത് തൃതീയയുടെ ഇത് അല്ലേ? മിത്രേണ, മിത്രാപ്യ, മിത്രൈഹി. അപ്പോൾ അഹം മിത്രേണ സഹ, കൂട്ടുകാരനോടൊപ്പം ആവണം മാർക്കറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ മിത്രേണ തൃതീയ. സഹ വന്നതുകൊണ്ടും അല്ലെങ്കിൽ അവിടെ തൃതീയന് വരും അല്ലേ? ഇനി ലീല മാത്ര സമം നഗരം ഗച്ഛതി. ലീല മാത്ര സമം. അവിടെ സമവും സഹയെല്ലാം ഒരേ അർത്ഥമാണ് വരുന്നത്. ലീല മാത്ര സമം. മാത്ര എന്നുള്ളത് തൃതീയാണ്, മാതൃശബ്ദത്തിൻ്റെ തൃതീയാണ് മാത്ര. ലീല മാത്ര സമം, മാതാവിനോട് ഒപ്പം നഗരത്തിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ സമം എന്നുള്ള സഹ എന്ന അർത്ഥത്തിൽ സമം എന്നുള്ള വാക്ക് വന്നതോടെ ഇവിടെ തൃതീയ വന്നു. പുത്ര ജനകേന സഹ അല്ലെങ്കിൽ സാർത്ഥം ഭ്രമതി. പുത്രൻ ജനകേന സഹ, ജനകനോടൊപ്പം, പിതാവിനോട്. അവിടെ ഓട് തൃതീയ തന്നെ വന്നു. സാർത്ഥവും സഹയും സമവും വരാം. ഭ്രമതി ചുറ്റിത്തിരിക്കുന്നു. അപ്പോൾ തൃതീയയുടെ സഹ വരുമ്പോഴത്തേക്കുള്ള മാറ്റം. ഇനി അലം എന്ന് പറഞ്ഞാൽ നെവർ, വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ്. അലം അരുത് എന്നൊക്കെ പറയില്ലേ? അലം കോലാഹലേന, വഴക്കുണ്ടാക്കരുത്. അപ്പോൾ അവിടെ വഴക്കുണ്ടാക്കരുതെന്ന് അവിടെ തൃതീയ വരുന്നത് നമുക്ക് മനസ്സിലാവില്ല. അലം കോലാഹലേന. അപ്പം അലം വന്നാൽ ഇവിടെ എന്തായാലും തൃതീയേ വരുള്ളൂ. അപ്പോൾ തൃതീയയ്ക്ക് നമുക്ക് കാരകത്തിൽ എന്താ പറയുന്നത്? കാരകം ഏതാണത്? ഒരു ഉപകരണമായിട്ടാണ് വരുന്നത് നോക്കാം. ഉപകരണത്തിൻ്റെ സഹായത്താലാണ് അവിടെ ക്രിയ ഉപകരണ സഹായത്താലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ കരണകാരകമാണ്. ആ കരണകാരണമാണ് കണ്ടത്. അലം കോലാഹലൻ. അപ്പോൾ അലം വന്നപ്പോൾ ഇവിടെ എന്ത് വരും? തൃതീയ. ഇവിടെ അലം ഹസിതേന, ചിരിക്കരുത്. അലം വന്നപ്പോൾ ഹസിതേന എന്നുള്ള തൃതീയ വന്നു. അതാണ് തൃതീയയുടെ. അപ്പോൾ തൃതീയ വരെ ആയി. അടുത്തത് ചതുർത്ഥിയാണ്. ചതുർത്ഥിയുടെ എന്താണ് കാരകം? എന്താണ്? സമ്പ്രദാനം, കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ലേ പറഞ്ഞത്? സമ്പ്രദാന കാരകമാണ്. അപ്പോൾ ആ ചതുർത്ഥി വിഭക്തിയിൽ ഏതൊക്കെ ഉപപദങ്ങൾ വരുമ്പോൾ ചതുർത്ഥി വിഭക്തി ആകും, അല്ലെങ്കിലും ആകുന്നുണ്ട്. പക്ഷെ ചില വരുമ്പോൾ എന്തായാലും അത് തന്നെ ആയിരിക്കും, ചതുർത്ഥി വിഭക്തി തന്നെ ആയിരിക്കും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആയിക്കോളൂ. ഇവിടെ രുചി ധാതു. രുചി എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടപ്പെടുക എന്നുള്ള അർത്ഥത്തിൽ ഇഷ്ടപ്പെടുക. അതുപോലെ സ്പൃഹ് എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നു, വേണം എന്ന് വിചാരിക്കില്ല, ആഗ്രഹിക്കുക എന്നുള്ള അർത്ഥത്തിൽ. ഇതെല്ലാം ധാതുക്കളാണ്. പിന്നെ ക്രുധു ധാതു, ക്രുധു ദേഷ്യപ്പെടുക. ഈ 3 ഇതിലും വരികയാണെങ്കിൽ അവിടെ എന്ത് തന്നെ വരികയുള്ളൂ? ചതുർത്ഥി വിഭക്തി തന്നെ വരികയുള്ളൂ.
അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, മഹ്യം പായസം രോചതേ. രോചതേ എന്ന് പറയുമ്പോൾ രുചിധാതുവാണ്, ഇഷ്ടപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിൽ. രോചതേ അവിടെ ആത്മനേപതിയാണ്, പരസ്മേപതിയല്ല, ആത്മനേപതിയാണ്. രോചതേ മഹ്യം. മഹ്യം എന്ന് പറഞ്ഞാൽ എനിക്ക്, എനിക്കായി ആയിക്കൊണ്ട്, എനിക്ക് വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ. എനിക്ക് അവിടെ എനിക്ക് എന്ന് വേണമെങ്കിൽ എനിക്ക് പായസം രോചത എന്ന് പറയുവാണെങ്കിൽ ഷഷ്ടി വരാം അല്ലേ. പക്ഷേ ഇവിടെ രുചിധാതു വന്നിരിക്കുന്നതുകൊണ്ട് അവിടെ എന്താണ്, ചതുർത്ഥി തന്നെ വരുള്ളൂ. മഹ്യം, മഹ്യം എനിക്ക്. മഹ്യം പായസം രോചത, എനിക്കായി പായസം ഇഷ്ടപ്പെടുന്നു. എനിക്കായി എന്ന് വേണമെങ്കിലും പറയാം. എനിക്ക് എന്ന് പറയുമ്പോൾ ഷഷ്ടിയെ വരുള്ളൂ. ഇവിടെ എനിക്കായി പായസം ഇഷ്ടപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത മധുമക്ഷികാഭ്യ പുഷ്പാണി രോചന്തേ. മധുമക്ഷിക എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ തേനീച്ച എന്ന് പറയാം, തേനീച്ച. മക്ഷികാഭ്യ, അവിടെ മധുമക്ഷികയുടെ ചതുർത്ഥി ബഹുവചനമാണ്. മധുമക്ഷികാഭ്യ, മധുമക്ഷികാഭ്യ പുഷ്പാണി രോചന്തി. അപ്പോൾ അവിടെ രുചിധാതു വന്നു, ഇഷ്ടപ്പെടുന്നു. പുഷ്പങ്ങൾ ഇഷ്ടപ്പെടുന്നു, മധുമക്ഷികൾക്ക് പുഷ്പങ്ങൾ ഇഷ്ടപ്പെടുന്നു. അവിടെ ഇത് പിന്നെ ഷഷ്ടിയാണ് വരേണ്ടിരുന്നത്, പക്ഷേ രുചിധാതു വന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ ചതുർത്ഥി വന്നു. ചതുർത്ഥി ബഹുവചനം. അവർക്ക് പിന്നെ തേനീച്ചകൾക്ക് പുഷ്പങ്ങൾ ഇഷ്ടമാണ്. അടുത്ത കന്യാഹ പുഷ്പേഭ്യ സ്പൃഹന്തി. സ്പൃഹ് ധാതു, ആഗ്രഹം, ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. കന്യാഹ കന്യകമാർ, പെൺകുട്ടികൾ, പുഷ്പേഭ്യ പുഷ്പങ്ങളെ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു എന്നാണ് പറയേണ്ടത്. പുഷ്പങ്ങളെ എന്നാണ് അവിടെ ദ്വിതീയ വരേണ്ടത്. പക്ഷേ ഇവിടെ എന്താ, പുഷ്പേഭ്യ എന്നുള്ളത് ചതുർത്ഥി ബഹുവചനമാണ്, പുഷ്പങ്ങളെ. അപ്പം കന്യാഹ പുഷ്പേഭ്യ സ്പൃഹയന്തി. അടുത്ത രാജ ചൗരായ കൃത്യതി. കൃത്യതി ക്രുധുധാതു, കൃധു എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുക. കൃത്യതി ദേഷ്യപ്പെടുന്നു. രാജാവ്. ചൗരായ, ചൗര എന്ന് പറഞ്ഞാൽ കള്ളന്മാർ, മോഷ്ടാക്കളെ ദേഷ്യപ്പെടുന്നു. അവിടെയും പിന്നെ എന്ത് വന്നിരിക്കുന്നു, ചതുർത്ഥി. ദ്വിതീയൊക്കെ ആയിരുന്നു വരേണ്ടിയിരുന്നത്, പക്ഷെ കൃത്യധാതു വന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെ ചതുർത്ഥി തന്നെ വന്നിരിക്കുന്നു, ചതുർത്ഥി ഏകവചനം. ഇനി അടുത്ത വേറൊരു അലം. നേരത്തെ വന്നില്ലേ, തൃതീയയിലും വന്നല്ലോ അലം. അലം കോലാഹലേന എന്ന് പറഞ്ഞില്ലേ, അപ്പം ഇവിടെയും വരുന്നുണ്ട്. ഏതത് ദുഗ്ധം ബാലികായ അലം. അലം വരുമ്പോഴത്തേക്ക് എന്ത്, ഇവിടെ ചതുർത്ഥി വന്നു. ഏതത് ദുഗ്ധം, ഈ പാല് ബാലികമാർക്ക് ആയി വേണ്ട എന്നുള്ള അർത്ഥത്തിൽ, ബാലികമാർക്ക് വേണ്ട. ഇനി നമഃ എന്നുള്ളത്. നമഃ ശിവായ, ശിവനായിക്കൊണ്ട് നമസ്കാരം. അവിടെ ശിവായ ചതുർത്ഥി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമഃ വരുമ്പോൾ എന്തായാലും ഇവിടെ എന്തായിരിക്കും, ചതുർത്ഥി തന്നെയായിരിക്കും. ഇനി ഗുരവേ നമഃ, ഗുരുവിനായിക്കൊണ്ട്, അതും ചതുർത്ഥിയാണ്. നമഃ വന്നിരിക്കുന്നു. പിന്നെ സ്വാഹ, അമ്പലത്തിലൊക്കെ ചെയ്യുന്നത് അഗ്നയെ സ്വാഹ, അർപ്പിക്കുകയാണ്. അഗ്നയെ, അഗ്നിക്കായിക്കൊണ്ട് ചതുർത്ഥി വന്നു, സ്വാഹ. പിന്നെ സ്വസ്തി എന്ന് പറഞ്ഞാൽ മംഗളം, ഐശ്വര്യം എന്നൊക്കെയുള്ള അർത്ഥമാണ്. പ്രജാഭ്യ സ്വസ്തി, പ്രജകൾക്ക് ആയിക്കൊണ്ട് മംഗളം സംഭവിക്കട്ടെ എന്ന് പറയാം. പ്രജാഭ്യ ചതുർത്ഥി, തത്വ ബഹുവചനം. പ്രജാഭ്യ സ്വസ്തി. അടുത്ത പഞ്ചമി വിഭക്തിയിൽ എന്ത് വരും? പഞ്ചമി വിഭക്തിയുടെ കാരകം അപാദാനകാരകം, എടുത്തു മാറ്റുക, ദൂരക്കളയുക എന്നൊക്കെ അർത്ഥത്തിലാണ് അപാദാനകാരകം വരുന്നതല്ലേ. അപ്പോൾ ഈ പഞ്ചമിയിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഛാത്ര അധ്യാപകാത് വിദ്യാം ഗൃണ്ണാതി. ഛാത്ര അധ്യാപകാത് വിദ്യാം ഗൃണ്ണാതി. ഛാത്രകുട്ടി അധ്യാപകരിൽ നിന്ന്, ഫ്രം എന്നുള്ള അർത്ഥം വന്നില്ല, അധ്യാപക വിദ്യയെ ഗൃണ്ണാതി, വിദ്യയെ നേടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പഞ്ചമിയിൽ ഭീ എന്ന ധാതു, ഭീ എന്ന് പറഞ്ഞാൽ പേടിക്കുക എന്നുള്ള അർത്ഥം. ആ ഭീ ധാതു വരികയാണെങ്കിൽ അവിടെ എന്തേ വരികയുള്ളൂ, പഞ്ചമി വിഭക്തി തന്നെ വരികയുള്ളൂ. ഉദാഹരണം, ശിശുഹു വാനരാത് ബിഭേദി. ശിശു, കുട്ടി, കുരങ്ങിൽ നിന്ന് പേടിക്കുന്നു. കുരങ്ങനെ പേടിക്കുന്നു എന്നല്ലേ ശരിക്കും പറയണ്ട, കുരങ്ങനെ പേടിക്കുന്നു. അപ്പോൾ അവിടെ ദ്വിതീയ വരണം. പക്ഷേ ഇവിടെ ഭീ എന്ന ബിഭേദി എന്ന് പറഞ്ഞാൽ പേടിക്കുക. ഭീ എന്ന ധാതുവിൻ്റെ പിന്നെ ലട്ടാണ് വിഭേദി. അപ്പം പിന്നെ കുരങ്ങനെ പേടിക്കുന്നു. അപ്പം കുരങ്ങനിൽ നിന്ന് പേടി കിട്ടുന്നു എന്നുള്ള അർത്ഥത്തിൽ അവിടെ പഞ്ചമി തന്നെ വരണം. അതായത് ഭീ എന്ന ധാതു വന്നതുകൊണ്ട്. അടുത്തത് രക്ഷിധാതു. അതുപോലെയാണ് രക്ഷിധാതു, രക്ഷതി എന്നുള്ള അർത്ഥത്തിൽ.
വീരഃ ശത്രുഭ്യഃ ദേശം രക്ഷതി. വീരൻ ശത്രുക്കളിൽ നിന്ന് ദേശത്തെ രക്ഷിക്കുന്നു. ഇവിടെ പഞ്ചമി അല്ലെങ്കിലും പഞ്ചമി തന്നെ വരുന്നു അല്ലേ. അപ്പം രക്ഷധാതു വന്നാൽ എന്തായാലും ശത്രുഭ്യ എന്നുള്ളത് പഞ്ചമി ബഹുവചനമാണ്. അടുത്തത് ബഹിഃ, വെളിയിൽ, ഔട്ട്സൈഡ് എന്നുള്ള അർത്ഥത്തിൽ. ഛാത്രഃ കക്ഷായാഃ ബഹിഃ തിഷ്ഠതി. കുട്ടി കക്ഷായാഹ, കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം. കക്ഷയുടെ ബഹി, പുറത്ത് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ കക്ഷയുടെ എന്നുള്ളത് ഷഷ്ടിയല്ലേ വരേണ്ടേ, പക്ഷേ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്, പഞ്ചമിയാണ്. കക്ഷായാഹ പഞ്ചമി ഏകവചനവും വരും, പിന്നെ ഷഷ്ടി ഏകവചനവും വരും. അപ്പോൾ ഇവിടെ കക്ഷായാഹ ബഹി തിഷ്ഠതി, കുട്ടി ക്ലാസ്സിൽ നിന്ന് പുറത്ത് നിൽക്കുന്നു എന്നുള്ള അർത്ഥം. ക്ലാസ്സിൽ നിന്ന് എന്നുള്ള അർത്ഥം വന്നു. അടുത്ത അന്യഹ മറ്റൊരാൾ, വേറൊരാൾ, അന്യനായിട്ടുള്ളവൻ എന്നുള്ള. കൃഷ്ണഃ രാമാത് അന്യഹ അസ്തി. കൃഷ്ണൻ രാമനിൽ നിന്ന് അന്യനാണ്. അവിടെ ശരിക്കും പഞ്ചമി തന്നെ വന്നിരിക്കുന്നു അല്ലേ. അന്യ ചേർത്തിട്ടും അവിടെ പഞ്ചമി വന്നു. അതിൻ്റെ അടുത്ത ഷഷ്ടി വിഭക്തിയാണ്. ഷഷ്ടി വിഭക്തിക്ക് എന്താണ്, അവിടെ കാരക ഇല്ലെങ്കിലും സംബന്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, സംബന്ധം. അപ്പോൾ അവിടെ അതിൽ അതായത് ഷഷ്ടി വരുമ്പോഴത്തേക്ക് രാമസ്യ പിതാ, രാമൻ്റെ പിതാവ്, അർജുനസ്യ സോദരഃ ഒക്കെ വിസ്യ എന്നില്ലേ, ഷഷ്ടി ഏകവചനം വന്നില്ലേ. അപ്പോൾ അവിടെ വരുമ്പോൾ അന്യഹ എന്നൊരു പദം വരിക, ഒരു ഉപപദം വരുമ്പോൾ എന്ത് ചെയ്യും, അന്യഹ അല്ല അന്തഹ എന്നുള്ളൊരു ഉപപദം. അന്തഹ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ്, അകത്ത്, ഉള്ളിൽ എന്നുള്ള അർത്ഥത്തിൽ. അന്തഹ വരുമ്പോൾ ആശ്രമസ്യ അന്തഹ മുനയഃ തിഷ്ഠന്തി. മുനിമാർ തിഷ്ഠന്തി നിൽക്കുന്നു. എവിടെ, ആശ്രമസ്യ അന്തഹ, ആശ്രമത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഉള്ളിലെന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ആശ്രമസ്യ എന്നുള്ളത് ഷഷ്ടി വരും, അല്ലെങ്കിൽ അവിടെ ആ ഷഷ്ടി തന്നെയാണ് വരുന്നത്. അപ്പോൾ അന്തഹ വരുമ്പോൾ എന്തായാലും ഷഷ്ടി തന്നെ വരും. അത് കഴിഞ്ഞ് സപ്തമി. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഷഷ്ടി വരുമ്പോൾ അങ്ങനെയാണ്, ഓരോന്ന് വരുമ്പോഴും അങ്ങനെയാണ് വരുന്നത്. അടുത്തത് അത് അധഹ എന്നുള്ളൊരു വാക്ക് വരുമ്പോഴും ഷഷ്ടി വരും. അധഹ മിക്കവാറും ഷഷ്ടി വരുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സാമ്പിൾ എഴുതാത്തത്. അധഹ വരുമ്പോൾ വൃക്ഷസ്യ അധഹ പഥികഃ തിഷ്ഠന്തി. വൃക്ഷസ്യ അധഹ, വൃക്ഷത്തിൻ്റെ അടി, വൃക്ഷസ്യ ഷഷ്ടിയല്ലേ, അധഹ അടിയിൽ, പഥികഃ യാത്രക്കാർ, തിഷ്ഠന്തി നിൽക്കുന്നു. വൃക്ഷസ്യ അധഹ പഥികാഃ തിഷ്ഠന്തി. അടുത്ത ഉപരി എന്നുള്ളത് വരും. ഉപരി എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നുള്ള. വൃക്ഷസ്യ ഉപരി വാനരാഹ കൂർദന്തി. വാനരന്മാർ കൂർദന്തി എന്ന് പറഞ്ഞാൽ കളിക്കുന്നു. കുത്ര എവിടെ, വൃക്ഷസ്യ ഉപരി, വൃക്ഷത്തിൻ്റെ മുകളിൽ. അപ്പോൾ ഉപരി വന്നപ്പോഴും അവിടെ ഷഷ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തത് സുഖം എന്നുള്ളൊരു വാക്കുണ്ട്. സുഖം എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്, സുഖം, മംഗളമായിട്ടിരിക്കട്ടെ എന്ന് പറയില്ലേ. തവ സുഖം ഭൂയാത്, അല്ലെങ്കിൽ തുഭ്യം സുഖം ഭൂയാത്. അവിടെ തവ ആണ് വരേണ്ടുന്നത് അല്ലേ, തുഭ്യമല്ല. തുഭ്യാമ ഇത് പഞ്ചമി വന്നു, അല്ല ചതുർത്ഥി വന്നു. തവ സുഖം ഭൂയാത്, നിങ്ങൾക്ക് പിന്നെ സുഖം ഉണ്ടാകട്ടെ, ആശീർവദിക്കുന്നു. പിന്നെ ഹിതം എന്നൊരു വാക്കുണ്ട്, ഹിതം. സർവേഷാം ഹിതം ഭൂയാത്. സർവേഷാം ഷഷ്ടി ബഹുവചനം, എല്ലാവർക്കും ഹിതം ഉണ്ടാകട്ടെ. ഇത്രയാണ്. അടുത്ത് കഴിഞ്ഞിട്ട് സപ്തമി വരുന്നു. സപ്തമി എന്തോന്നാണ്, സപ്തമി വരുമ്പോഴത്തേക്ക് അതിൻ്റെ കാരകം എന്ന് പറയുന്നത് അധികരണമാണ്, അധികരണ കാരകമാണ് അല്ലേ. ഇൽ എന്നുള്ള അർത്ഥത്തിലല്ലേ അത് വരുന്നത്. അപ്പോൾ ഇവിടെ സാധു എന്നൊരു വാക്ക് വന്നാൽ, സാധു വരുമ്പോഴാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ സപ്തമിയെ വരുള്ളൂ. പുത്രഃ മാതരി സാധു അസ്തി. പുത്രൻ മാതാവിൽ സാധു ആണ്. മാതാവിൽ നിന്ന് മാതാവിൻ്റെ ഉള്ളിൽ സാധുവാണ്, പാവമാണ് എന്ന് കാണിക്കാൻ. അപ്പോൾ ഇവിടെ മാതരി എന്നുള്ളത് സപ്തമി വന്നു. സാധു എന്ന പദം വരുമ്പോൾ ഇവിടെ എന്തായാലും എന്ത് തന്നെ വരുള്ളൂ, സപ്തമി തന്നെ. അതുപോലെ അസാധു, അസാധു, സാധു അല്ലാത്തവൻ. സഹ ധൂർത്തേഷു അസാധു അസ്തി. ധൂർത്തരിൽ അവിടെ ധൂർത്തരിൽ എന്നുള്ളത് എന്താണ്, സപ്തമിയല്ലേ, ബഹുവചനം. ധൂർത്തരിൽ, ധൂർത്തരായിട്ടുള്ളവനിൽ, അസാധു പാവമല്ല എന്ന് പറഞ്ഞാൽ ധൂർത്തവൾ ചിലവാക്കുന്ന ആളാണ്. അവിടെ അസാധു വരുമ്പോഴും സപ്തമി വന്നു. അടുത്ത അന്യതമാന ഒന്നാമനായിട്ട് വരുന്നു, അല്ലാതെ നിന്ന് വ്യത്യസ്തനായ ഒന്നാമനായിട്ട് വരുന്നു എന്നുള്ളത്. സീത നാരീഷു അന്യതമ അസ്തി. സീത നാരീഷു, നാരിമാരിൽ, അത് ബഹുവചനം, സപ്തമി ബഹുവചനം. അന്യതമ വേറിട്ട ഒരാളാണ്, അല്ലെങ്കിൽ ഒന്നാമതാണ്.
അന്യതമ അസ്തി, വേറിട്ട ഒരാളാകുന്നു. അപ്പോൾ അന്യതമ എന്ന വാക്ക് വരുമ്പോഴും സപ്തമി വരുന്നു. അടുത്ത ശ്രേഷ്ഠ, ശ്രേഷ്ഠനായിട്ടുള്ളവൻ. കവിഷു കാളിദാസ ശ്രേഷ്ഠ അസ്തി, കവിഷു കവികളിൽ, അവിടെ വന്നു സപ്തമി വന്നു. കാളിദാസൻ ശ്രേഷ്ഠ അസ്തി, ശ്രേഷ്ഠനാകുന്നു. അപ്പോൾ ശ്രേഷ്ഠൻ വരുമ്പോൾ എന്ത് ചെയ്യും? കവിഷു, അവിടെയും എന്ത് തന്നെ വരുള്ളൂ? സപ്തമിയേ വരികയുള്ളൂ, ശ്രേഷ്ഠ എന്നുള്ള. അപ്പോൾ ഇങ്ങനെ ഉപപദ വിഭക്തികളാണ് 7 വിഭക്തികൾ, 6 വിഭക്തികളായി. അപ്പോൾ ഇവിടെ പിന്നെ ഉപപദങ്ങളുടെ യോഗം കൊണ്ട് ചില വിഭക്തികൾ ആ യോഗം കൊണ്ട് ആ വിഭക്തി തന്നെ ആയിത്തീരുന്നു എന്ന് കാണിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.